ഇന്ന് പേരൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒരു വലിയ പ്രശ്നമായി തോന്നിയിരിക്കുന്നത് മക്കളുടെ വിദ്യാഭ്യാസ വിഷയത്തിൽ കൃത്യമായ ഗൈഡൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശം നൽകുന്ന വിഷയത്തിൽ പാരൻസ് പലരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പരാജയം വലിയ നഷ്ടങ്ങൾ നമുക്കുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ല കാലിബറുള്ള, നല്ല ശക്തിയുള്ള, ഒരുപാട് കഴിവുകളുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കൃത്യമായ മാർഗനിർദ്ദേശം അവരുടെ പ്രായത്തിനും വിദ്യാഭ്യാസ യോഗ്യതക്കും അനുസരിച്ച് ലഭിക്കാത്തതുകൊണ്ട് അവരുടെ ഭാവി മുരടിച്ചു പോകുന്ന, നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കോഴ്സിന് അല്ലെങ്കിൽ ഒരു കരിയർ സെലക്ട് ചെയ്യുന്ന ഘട്ടത്തിൽ രക്ഷിതാക്കൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ചാബല്യങ്ങൾ, തിരിച്ചറിവില്ലായ്മ ഉണ്ടായിരിക്കും. എന്നാൽ രക്ഷിതാക്കൾക്ക് കാര്യങ്ങൾ വിവേചിച്ചറിയാൻ ശക്തിയുള്ള, അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് മക്കൾക്ക് കൊടുക്കാൻ പറ്റും. ഒന്നാമതായി, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ പാഷൻ അല്ലെങ്കിൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളതാണ്. കുട്ടിയുടെ താല്പര്യ മേഖല വളരെ പ്രധാനമാണ്. എല്ലാ കുട്ടികളും ഒരേ കഴിവുകൾ ഉള്ളവരല്ല. കുട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള ചില വിഷയങ്ങളിൽ അഭിരുചി ഉണ്ടായിരിക്കും, താല്പര്യം ഉണ്ടാവും. ആ ഒരു മേഖലയിൽ എക്സൽ ചെയ്യാൻ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലെത്താൻ കുട്ടികൾ താല്പര്യപ്പെടും. ഇത് അവരുടെ പഠന സ്വഭാവം നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കളായ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട്, കുട്ടികൾ മാത്തമാറ്റിക്കൽ സ്കില്ലുള്ള അല്ലെങ്കിൽ എൻജിനീയറിംഗ് സ്കില്ലുള്ള ഒരു കുട്ടിയാണെങ്കിൽ കുട്ടി കൂടുതൽ സംസാരിക്കണമെന്നില്ല. ടെക്നിക്കലായ കാര്യങ്ങളിൽ ചിന്ത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ മുഴുകുന്ന ഒരു സാഹചര്യം നമ്മൾ അവരിൽ നിരീക്ഷിക്കാൻ സാധിക്കും. ഒരു മെക്കാനിക്കൽ സ്കില്ലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഏതൊരു വാഹനം കിട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗാഡ്ഗറ്റ് അവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് റിപ്പയർ ചെയ്യാനും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അന്വേഷണം നടത്താനും ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുട്ടിയുടെ ചാതുരി അല്ലെങ്കിൽ കഴിവ് ഏത് മേഖലയിലാണ് എന്ന് വിലയിരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഭാഷാപരമായ ബുദ്ധിയുള്ള, ഭാഷാപരമായ കഴിവുള്ള കുട്ടികളെ പ്രചോദിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞയക്കേണ്ടത് ഭാഷാപരമായി എക്സൽ ചെയ്യുന്ന കോഴ്സുകളിലേക്കാണ്. അധ്യാപകർ പല മേഖലയിലും ഇന്ന് ഒട്ടേറെ സാധ്യതയുള്ള ഒരു മേഖലയാണ് അധ്യാപനം. അധ്യാപന മേഖലയിൽ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ ഇല്ലാത്തതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവരുടെ താല്പര്യം എന്ത് എന്ന്, അവരുടെ പാഷൻ, അടങ്ങാത്ത അഭിനിവേശം ഏത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവർക്ക് നൽകാൻ പറ്റും. പിന്നെ ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടത് തൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്. കുട്ടികളെ നമ്മൾ കോഴ്സിനൊക്കെ പറഞ്ഞയക്കുമ്പോൾ, വലിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ, ആ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കുമോ, പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ കുട്ടിയാണ്. അപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ കാലാവധി എത്രയാണ്, എത്ര വർഷമാണ് എടുക്കുക, ആ കോഴ്സിന് സർക്കാർ തലത്തിലുള്ള അംഗീകാരമുണ്ടോ, ആ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വലിയ ജോലി സാധ്യതയുണ്ടോ, ആ ജോലി സാധ്യത നിലവിലുള്ള സാഹചര്യത്തിൽ ഉണ്ടെങ്കിലും 5-8 വർഷങ്ങൾ കഴിഞ്ഞാൽ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഏതൊരു കാര്യത്തിന് മുതിരുന്ന ഘട്ടത്തിലും രക്ഷിതാവിൻ്റെ കൃത്യമായ ഒരു പ്ലാനിങ്, സപ്പോർട്ട് കുട്ടികൾക്കുണ്ടാവണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവലംബിക്കുന്നത് അവരുടെ ഫ്രണ്ട്സിനെ ആയിരിക്കും. ഈ ഫ്രണ്ട്സാണ് അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്. ഒരേ പ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സ് ഗൈഡൻസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ പരിമിതമായിട്ടുള്ള ബുദ്ധിയിൽ അടങ്ങുന്ന കോഴ്സുകളും അത്തരം കാര്യങ്ങളും ആയിരിക്കും ഗൈഡ് ചെയ്യുക. എന്നാൽ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ
ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ ആ സ്ഥാപനം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അവിടുത്തെ മോറൽ വാല്യൂസ് എന്തൊക്കെയാണ്, കുട്ടിക്ക് ധാർമ്മിക നിഷ്ഠയുള്ള ജീവിതം നയിക്കാൻ സാധിക്കുമോ, അവിടെയുള്ള സാഹചര്യത്തോട് ഇണങ്ങുവാൻ ഈ കുട്ടിക്ക് സാധിക്കുമോ, അവിടുത്തെ ഹോസ്റ്റൽ അക്കോമഡേഷൻ അതിൽ പൊരുത്തപ്പെടാൻ കുട്ടിക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തിക്കൊണ്ടായിരിക്കണം കുട്ടികളെ കോഴ്സിന് പറഞ്ഞയക്കുന്നത്. പലപ്പോഴും നമ്മുടെ കുട്ടികളെ വലിയ ക്യാപിറ്റേഷൻ നൽകിക്കൊണ്ട്, വലിയ തുക നൽകിക്കൊണ്ട് വലിയ സ്ഥാപനങ്ങളിൽ നമ്മൾ ചേർത്താറുണ്ട്. എന്നാൽ ഈ ചേർത്തി കഴിഞ്ഞ് 1-2 വർഷം കഴിയുമ്പോൾ ആ കോഴ്സ് പൂർത്തീകരിക്കാനുള്ള ഒരു മാനസിക സന്നദ്ധത കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കും. സ്വാഭാവികമായിട്ട് 10-15 ലക്ഷം രൂപ ക്യാപിറ്റേഷൻ നൽകിയ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് വലിയ ക്യാപിറ്റേഷൻ നൽകി കുട്ടികളെ നമ്മൾ വലിയ കോഴ്സുകൾക്ക് വിദേശ സർവകലാശാലകളൊക്കെ തേടിപ്പോകുമ്പോൾ എൻ്റെ കുട്ടിക്ക് ആ കോഴ്സ് പൂർത്തീകരിക്കാനുള്ള മെൻ്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ മാനസികമായ സന്നദ്ധത, ബുദ്ധിശക്തി അല്ലെങ്കിൽ കാഴ്ചപ്പാട്, അതിനുള്ള പ്ലാനിങ്, ക്ഷമ, ഇതൊക്കെ എൻ്റെ കുട്ടിക്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനം. ഒപ്പം തന്നെ ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള ആളുകൾ എവിടെയാണ് പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്, അവർ ഇന്ന് എവിടെ നിൽക്കുന്നു, അവരുടെ ജോലി സാധ്യത എന്താണ്, അവർക്ക് നല്ല സാലറി ഉണ്ടോ, അവർക്ക് സമൂഹത്തിൽ അംഗീകാരമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ആളുകളെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഇന്ന് ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഏത് കാര്യവും കൃത്യമായി അന്വേഷണം നടത്തി കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഒരു സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പ്രോഡക്ട്സ്, അവിടുത്തെ ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ അവിടെ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾ ഇന്ന് എവിടെയൊക്കെയാണ് സർവീസിൽ നിൽക്കുന്നത്, എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ആണ്, സേവനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇന്ന് അനായാസം സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കുട്ടിയെ ഒരു കോഴ്സിന് നമ്മൾ പറഞ്ഞയക്കുമ്പോൾ ആത്യന്തികമായിട്ട് ആ കോഴ്സ് പഠിച്ച് പൂർത്തിയാക്കി പുറത്തിറങ്ങേണ്ടത് കുട്ടിയാണ്. കുട്ടിയുടെ താല്പര്യ മേഖല മനസ്സിലാക്കാതെ നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങി ഏതെങ്കിലും കോഴ്സിൽ കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണെങ്കിൽ ഒരിക്കലും ആ കുട്ടി അത് പൂർത്തീകരിക്കണമെന്നില്ല. പിന്നീട് കുറ്റം ബാക്കിയായിരിക്കും. എന്താ പറയുക, നിങ്ങൾ അന്ന് എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത് കൊണ്ടാണല്ലോ ഞാൻ ഈ കോഴ്സിന് പോയിരിക്കുന്നത്. കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ലാതെ ഒരു കോഴ്സിന് നമ്മൾ പറഞ്ഞയക്കുകയാണെങ്കിൽ അത് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സമ്മാനിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇത്തരം കാര്യങ്ങളെ കൃത്യമായി ഗൈഡൻസ് നൽകുന്ന ഒരു സംവിധാനം പുളിക്കൽ പ്രദേശത്ത് ചൈതന്യം എന്നുള്ള പേരിൽ ഈ അടുത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സേവനം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.